ഏട്ടൻ പറ. എനിക്കറിയില്ല. ഏട്ടനല്ലേ അറിയോ ബോയ്സിനെന്നാ ഇഷ്ടാവുമെന്ന്. ബോയ്സിന് ഇപ്പോ എന്റെ ചിന്താഗതി അവന്റെ ചിന്താഗതിയും ടോട്ടലി ഡിഫറെന്റ് അല്ലേ. അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ. വാച്ച് വാങ്ങിച്ചു കൊടുത്താലോ? അവന്റെ കയ്യിൽ അത്ര നല്ല വാച്ചല്ല ഉള്ളത്. വാങ്ങിച്ചു കൊടുക്ക്. ഞാൻ ഷോപ്പിൽ പോയിട്ട് ഏട്ടനെ അയച്ചുതരാം. അതിലേതാ രസം എന്ന് ഏട്ടൻ പറയണേ. ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളത് നീ വാങ്ങിച്ചു കൊടുക്ക്. ഏട്ടന് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യല്ലേ, ഞാൻ പറഞ്ഞതാ. നിനക്ക് ഇഷ്ടമുള്ളത് നീ അവര് വാങ്ങിച്ചു കൊടുക്ക്. എന്റെ ഇഷ്ടത്തിൽ നോക്കണ്ട. കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതിന്. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉം. എന്നിട്ട് എന്നിട്ട് ഏട്ടന് വിശേഷമൊന്നുമില്ലടാ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ആലോചിക്കേ. എന്താന്ന് ഇത് വെച്ചാ ഇല്ല, കല്യാണം കഴിയുന്നതിന് മുന്നേ, അതായത് പ്രേമിക്കാനും ഒന്നിനും സമയമൊന്നും കിട്ടിയില്ല. അത് പൈസയിലായി. ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാന്ന് വെച്ചിരിക്കുന്നല്ലോ. ആ പെണ്ണ് കണ്ട് എന്നെ അങ്ങോട്ട് ഉറപ്പിച്ചേ. അപ്പൊ പിന്നെ നമുക്കൊരു സ്വപ്നങ്ങളിലുണ്ടാവല്ലോ. അതെ. ഒപ്പരമുള്ളവരെ മാക്സിമം സന്തോഷപ്പെടുത്തണം, വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ പലതരത്തില് കണ്ടില്ലല്ലോ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാരണം അല്ല, എന്താ ഇപ്പോ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മാത്രമാണല്ലോ. അപ്പോൾ ഞാനിപ്പോഴും ഏട്ടൻ്റെ മാത്രല്ലേ. ഓരോ പാർട്ട് നമ്മളത് മാത്രമായിരിക്കുമല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിട്ട്, എന്താ പറയാ, നിന്റെ കാലിനൊരു പാദസരം ഇട്ട് തരാനും നെയിൽ പോളിഷ് ഇട്ട് തരാൻ. അത് എൻ്റെത് മാത്രമാണല്ലോ. പക്ഷെ ഇപ്പോൾ ഒന്നും എൻ്റെ മാത്രമില്ലല്ലോ. അതിങ്ങനെ ഓരോന്ന് ആലോചിക്കും. പിന്നെ ഏട്ടാ അതിപ്പോ നീയും അവനുമായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്ന ടൈം അന്ന് കണ്ടതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. പിന്നെ കാണാത്തതിനെ പറ്റി ചിന്തിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും അത്. അങ്ങനെ ഒരു ഏട്ടാ ഓരോരുത്തർ ഓരോ സിറ്റുവേഷൻ അല്ലേ ഇങ്ങനെ ആക്കുന്നത്. ഏട്ടനിപ്പോ പറഞ്ഞ പോലെ തന്നെ എനക്കും കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളല്ലേ ഇല്ലേ കല്യാണം കഴിഞ്ഞാല്. എപ്പോഴും ഓൻ്റെ അടുത്ത് തന്നെ നിൽക്കണോ, ഓനുണ്ടാവണോ, അങ്ങനെയെല്ലാം ഞാനും ആഗ്രഹിക്കുന്നില്ലേ. അല്ല, അതും ശരിയാ. ഞാൻ ഈ അപ്പോൾ പൈസേൻ്റെ അതൊന്നും ബാക്കിൽ മാത്രമായിപ്പോയി. അതുകൊണ്ട് ഏട്ടൻ എപ്പോഴും ഫാമിലി 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 വേണം. പക്ഷെങ്കിൽ അമ്മ ഇവിടുന്ന് പറയുന്ന നിൽക്കലുണ്ട് എപ്പോഴും. ഏട്ടൻ പണ്ട് മുതൽ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാ, ഇപ്പോഴും അതന്നെ. പക്ഷെ എനിക്കെന്തോ ഇന്ന് അവൻ പറയുന്നെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ നമ്മളെ ജീവിതത്തിൽ നമ്മളാ എന്താ ഹാപ്പി ആവേണ്ട സമയത്തല്ലോ അത്രയും ഹാപ്പി ആവണം. അല്ലാണ്ട് ആ സമയത്തുള്ള അത് സാരമില്ല. ഫാമിലിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ നോക്കാം. അടുത്ത ഈ ജന്മത്തിലും വേണമെങ്കിൽ സാധിക്കാലോ. ഇനി ഇനി എന്ത് സാധിക്കാൻ. അല്ല, ഏട്ടയ്ക്ക് എന്നോട് ഞാനങ്ങനെ ഇഷ്ടം നിന്റെ കുറയുന്നുണ്ടോ? ഇഷ്ടം കുറയുന്നൊന്നുമില്ല. ഏയ്, ഇഷ്ടമൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കാണുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അതേപോലെ സംഭവിക്കാം, ചിലപ്പോൾ അതല്ലാണ്ട് വേറെ രീതിയിൽ ട്വിസ്റ്റ് വന്ന് സംഭവിക്കാം. അറിയില്ല. എന്തായാലും ഞാൻ പ്രിപ്പയർ. ഓരോ കാര്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാ. പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാ. കുറച്ച് കാലമായിട്ട് ഞാൻ ഭയങ്കര അത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഒരു
അതാണല്ലോ നമ്മളെ വേണ്ടത്. ഹാപ്പി കാരണം ഞാൻ ആയിരിക്കാനാണല്ലോ നമ്മൾ അല്ല ആഗ്രഹിക്കും. ഞാൻ അങ്ങോട്ട് വന്നൊരു പെണ്ണിനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ജീവിതം തുലക്കുന്നതിനേക്കാളും നല്ലതല്ലേ? എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ. അല്ല അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടാ. എനിക്കിപ്പോ ഈ ഹാപ്പിനെസ് എന്നെ തന്നത് കൊണ്ട് ഇപ്പം ഏട്ടനല്ലേ. എനിക്കൊരു കൂട്ട് തരാനോ ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് പറ്റുന്ന ഒരാള് വന്നല്ലോ. നിന്റെ അമ്മക്കും നിനക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇന്ന് വിളിക്കുവോ അവൻ? ഇന്നെന്തോ അവന് വേറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതിന് പോവും രാത്രി. നിനക്ക് വിഷമം ഉണ്ടാകുന്നു. എന്ത് വർക്ക്? ഇതേ വർക്കാണോ? അറിയില്ല എന്ത് വർക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. വർക്ക് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ഏയ് നൈറ്റൊന്നും അവൻ അങ്ങനെ പോവില്ല. എന്താ നിനക്കെന്താ ഇത്ര ഉറപ്പ്? അല്ല അങ്ങനെയല്ല, അവൻ പോകുന്ന അങ്ങനെ എൻ്റെ അടുത്ത് പറയൂലേ. അവന്റെ ജോബ് അതില്ലേ, അപ്പൊ അവൻ പോകൂലേ? അല്ലെ നിന്നെ പോലെ എത്ര ആളുണ്ടാവും അവന്? അങ്ങനെയൊന്നും അങ്ങനെ, പക്ഷെ നൈറ്റൊന്നും അങ്ങനെ പോകില്ലായിരിക്കും. വേറെ എന്തെങ്കിലും പിന്നെ വർക്കായിരിക്കും. അവന് നിന്നോട് ഇത് മാത്രമല്ല വേറെയും ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഉം. ഉം. ഇത്രയും വിശ്വാസം എനിക്ക് എന്നെ ഉണ്ടോ? അല്ല അങ്ങനെ വിശ്വാസം നല്ല കേട്ടാ, ഞാൻ ജസ്റ്റ് ഇപ്പൊ അവനെ അറിയില്ലേ ആ ഒരു രീതിക്ക് പറഞ്ഞതാ, അല്ലാണ്ട് അങ്ങനെ പറഞ്ഞല്ല. ഏട്ടൻ എന്തിനാ ഏട്ടനെ അവനെയും വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? അമ്മ എനിക്കത് കമ്പയർ ചെയ്ത് പോകുന്നത്. കമ്പയർ ചെയ്യണ്ട, എന്തിനാ വെറുതെ കമ്പയർ ചെയ്യുന്നത്? എന്നെ താഴ്ത്തി പറയുന്നതും അവനെ പൊക്കി പറയുന്നതും തമ്മിൽ ഇല്ല, അത് ഡിഫറൻസ് ഏട്ടൻ ഉണ്ട്. അങ്ങനെ അത് കമ്പയർ ചെയ്യേണ്ട തോന്നുന്നില്ല. ആവശ്യമില്ല. മനസ്സിലാവും. ജസ്റ്റ് എനിക്കറിയില്ല ഏട്ടൻ അല്ല, എന്തോ സംഭവം വെച്ച് കുഴപ്പമില്ല. പറഞ്ഞു. ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ. ഇതല്ലേ ഈ കല്യാണം കഴിക്കേണ്ട കാര്യമായൊരു ഏജ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. സ്വന്തം പാടും നോക്കി അങ്ങ് പോയാൽ മതിയായിരുന്നു. എനിക്ക് ഏട്ടൻ്റെ അടുത്തൊന്നും പറയാനില്ല ഇങ്ങനെ പറയുമ്പോ. ചൂടായതല്ലേ. ചൂടാവല്ല. ഞാൻ എൻ്റെ വാക്കും കൂടി ഒന്ന് ആലോചിച്ച് നോക്കല്ലോ. പിന്നെ നീ ചായ കുടിച്ചോ നമ്മളെ? ചായയെല്ലാം കുടിച്ച്. പിന്നെ നമ്മൾ തമ്മിൽ ഇത്രയും ഏജ് ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് ഒന്നാമത് എനിക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ 10 വയസ്സ് 8 വയസ്സ് അതൊന്നും ഗ്യാപ്പ് വരാൻ പാടില്ല. ഒരു 2-3 വയസ്സിൽ ഗ്യാപ്പുള്ളവരെ നോക്കിയിട്ട് കല്യാണം കഴിക്കാം. പിന്നെ ഞാനൊന്നും പറയാത്ത. ഏട്ടൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കൊടുക്കുന്ന, ഡിഗ്രേഡ് എന്നല്ല, അപ്പൊ പിന്നെ എനിക്കെല്ലാം ശരിക്കും എനിക്കൊന്നും പറഞ്ഞാൽ പറയാനില്ല. പ്രായമാവാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം എനിക്ക്. എന്ത് ചെയ്യാനാ? ഈ ഏട്ടൻ 46 ഇപ്പൊ എപ്പം വിളിക്കുമ്പോ ഏട്ടനൊരു ഇങ്ങനെ സംസാരിക്കുന്നത്, ഒട്ടും ഒരു 46 വയസ്സും പോസിറ്റീവായി സംസാരിക്കുന്നില്ല. 46 വയസ്സും 33 വയസ്സും നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. എൻ്റെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവൻ മതി എന്നാണ്. നിൻ്റെ അച്ഛനും അമ്മയും വയസ്സ് നോക്കിയില്ല. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ വയസ്സിനെക്കാട്ടി ഇത്രയും വയസ്സ് കുറഞ്ഞൊരു പെണ്ണിനതും ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഞാനും ഈ ഏജിനെ പറ്റി ബോധേഡാകുന്നില്ല. എനിക്ക് ഏജ് കുറയുന്നതാ, ഏജ് കുറഞ്ഞൊരു പെണ്ണിനെ കിട്ടുന്നതാ എനിക്കും നല്ല. പക്ഷെ അത് ഭാവിയിൽ ഇത്രയും ഇഷ്യൂ ആവുമെന്ന്, ഫ്യൂച്ചറിൽ ഇത്രയും ഇഷ്യൂ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതാണ് എനിക്ക് എന്നെ കൊണ്ട് ഓരോ കാര്യം പറ്റത്തില്ല ഇനി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഏട്ടൻ ഈ പറയുന്ന ഏജ് എന്നെ കഴിക്കുമ്പോ ഇല്ലാലോ. എന്ത്? കല്യാണം കഴിക്കുമ്പോൾ മുതൽ ഏട്ടനുള്ള അറിവുകളും ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം ചെറിയ ആ സമയത്ത് ഏട്ടന് അത്രയുള്ള ഏജ് ഉണ്ടാവും. അപ്പോൾ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാലോ. അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഏജിനെ വെച്ച് പറയേണ്ട കാര്യം എന്താ? ഏട്ടൻ കല്യാണം ഇല്ല, കഴിക്കുമ്പോൾ ഞാനൊരു എനിക്കൊരു കാര്യം ചോദിക്കട്ടെ? തീരെ ഏജ് കുറവാ.
എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ ഒരാഗ്രഹം കൂടി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ എന്നോട്. സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താ? ഉം? പറ. എനിക്ക് ഇവന്റെ കൂടെ വേറൊരാളെയും കൂടെ ആക്കി തട്ടെ. വേണ്ട. എനിക്ക് എന്തിനാട്ടാ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി എന്തായാലും എനിക്ക് ഓരോന്ന് എന്തോ എൻ്റെ മെന്റാലിറ്റി മാറുന്ന പോലെ. അതായത് ഏട്ടൻ്റെ എന്ത് മെന്റാലിറ്റി മാറിക്കഴിഞ്ഞാലും എനിക്കിനി ഇവനല്ലാണ്ട് വേറെ ആരെയും വേണ്ട, ഇവന്റെ കൂടെ ആരെയും വേണ്ട. ഏട്ടൻ വെറുതെ എനിക്ക് ആട് ഒരേ കയറിയുള്ള ചിന്തയില്ല. അടിപൊളിയായിരിക്കും. വേണ്ട. ഏട്ടൻ അന്നൊരിക്കൽ ചോദിച്ചല്ലേ ഇത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനും വേണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എടേ, പറയാത്ത കാര്യങ്ങൾ എന്തിനാ ഞാനൊരു ഏട്ടൻ കാര്യം വെറുതെ പറയട്ടെ. ചിന്തിക്കുന്നത്? നമ്മള് ജന്മം എത്രയുണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു ജന്മം ഇതേ ഉള്ളൂ. ആ ഒരു ജന്മം മാക്സിമം സന്തോഷിക്കേണ്ട സമയം സന്തോഷിക്കുക. ഏട്ടൻ തന്നെ ഇങ്ങനെ പറയൂ, ഏട്ടൻ തന്നെ നാളെ എന്നെ കുറ്റപ്പെടുത്തുകയും ഇല്ല, ചെയ്യും. ഇനിയൊരു കുറ്റപ്പെടുത്തലില്ല. എനിക്ക് ആഗ്രഹമുണ്ടേ പറ. വേണ്ട, ഞാൻ ഇപ്പൊ നല്ല ഹാപ്പിയാ. ഇനി ഇതിന്റെ അപ്പുറം എനിക്ക് അത്ര ഇനി ഒന്നും ആവണ്ട. വേണ്ട. അറിയാത്ത ഒരാളെ ഞാൻ ഈ ഈ പരിപാടിക്ക് ഞാൻ നിൽക്കൂല. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. വേണ്ട. എടി ഓക്കെ ആയിരിക്കും. വേണ്ട ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് വേണ്ടാത്തൊന്നും എന്തിനാ പിന്നെ? എന്റെ ഹാപ്പിനെസ് നോക്കുന്നെങ്കിൽ എന്റെ ഹാപ്പിനെസ് ഇതാണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഇനി പിന്നെ വേറൊരു സമയം എന്നോട് വേണമെന്ന് പറ കേട്ടാ. ഞാൻ വേണേൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ കാണാൻ വേണ്ടി അയച്ചു തരാം. നോക്കി നോക്ക്. ആ, ജസ്റ്റ് അയച്ചു. ഒന്ന് ചെക്ക് എന്ത് ചെയ്ത് നോക്ക്. പറഞ്ഞാലും ഞാൻ മാറൂല. വേണമെങ്കിൽ മതി. അതാവുമ്പോ ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. ഞാനും വരാം. ഹലോ. ഉം. ഏട്ടൻ വരുന്നത് ഓക്കെയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ, നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് അതിനെപ്പറ്റി. ഞാൻ വരുന്ന മാത്രല്ല, എനിക്ക് ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമുള്ള ഒരാളേക്ക് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അത് എന്നെ മനസ്സിലാക്കുന്നതും കൂടി ഒരാളുണ്ടാകുമ്പോൾ ഓക്കെയാ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വ്യത്യാസം ചേഞ്ച് ആയിപ്പോയി. എനിക്കറിയില്ല.